വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ കൺസൾട്ടൻസി കമ്പനി മേധാവിയും ഡോക്ടറുമായ കാർത്തിക പ്രദീപിനെതിരെ നിരവധി പരാതികൾ. യുകെയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് കാർത്തിക പ്രദീപ് ആളുകളിൽ നിന്നും പണം തട്ടിയെടുത്തത്. 2022 മുതൽ കാർത്തികയ്ക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. ആജ്ഞ, 2022 മുതൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് കാർത്തികയ്ക്കെതിരെ, അല്ലേ? അതെ ആര്യ, നേരത്തെ ഇതുപോലെ അതായത് ഈ കാർത്തിക പഠിച്ചിരുന്ന ഉക്രൈനിൽ മെഡിസിൻ പഠിച്ചിരുന്ന ഉക്രൈനിൽ തന്നെ മലയാളി വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നുള്ളൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ കേസിൽ ഉക്രൈൻ മലയാളി അസോസിയേഷൻ ഇടപെട്ടതുമാണ്. തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട കാർത്തിക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടാണ് കാർത്തിക തട്ടിപ്പ് നടത്തുന്നത്. അവരുടെ ഈ MBBS ബിരുദത്തിന്റെ കാര്യത്തിലും അതുകൊണ്ട് സംശയമുണ്ട്. വ്യാജമെന്ന് പറയാൻ പറ്റില്ല. അവർ മെഡിസിൻ സ്റ്റുഡന്റ് ആയിരുന്നു, പക്ഷെ അത് പൂർത്തിയാക്കിയിട്ടില്ല. ഡോക്ടർ എന്ന് പറയാനായിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ഡോക്ടർ എന്നുള്ള തസ്തിക ഉപയോഗിച്ചു തന്നെയാണ് കാർത്തിക ഉക്രൈനിൽ ഡോക്ടറാണ് എന്നുള്ള തസ്തിക ഉപയോഗിച്ചു തന്നെയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളതും ഈ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി നടത്തി വന്നതും അങ്ങനെ തന്നെയാണ്. കൊച്ചിയിൽ നേരത്തെ മുതലേ ഇത്തരം വിവിധ പരാതികളുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ പുല്ലേപ്പടിയിൽ പ്രവർത്തിക്കുന്ന ഈ കാർത്തികയുടെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനം ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. നേരത്തെയും ഇത്തരം പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലാണ് ആ കണ്ടെത്തലുണ്ടായിരുന്നത്. തുടർന്നാണ് കാർത്തിക ഓഫീസ് പൂട്ടി കോഴിക്കോടേക്ക് ഒളിവിൽ പോകുന്നത്. ഈ കേസ് മാത്രമല്ല, തൃശൂർ സ്വദേശിനി 5,23,000 രൂപയ്ക്കാണ് 5 തവണയായി തന്റെ അടുത്തുനിന്ന് പണം വാങ്ങി എന്നുള്ള പരാതി രംഗത്തെത്തിയതോടെ, അതായത് യുകെയിൽ സോഷ്യൽ വർക്കറായി ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പണം വാങ്ങിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മറ്റ് 5 പരാതികളും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മൊത്തമായി ഏതാണ്ട് 3 കോടി രൂപയിലധികം ഈ 2024 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. 3 കോടിയോളം രൂപയുടെ വലിയ തട്ടിപ്പിന്റെ വാർത്തയാണ് കാർത്തിക പ്രദീപിനെതിരെ ഇപ്പോൾ വരുന്നത്.